തിരുവാതിര എന്നൊരാഘോഷം കഴിഞ്ഞു. കേരളീയർ പൊതുവെ ആഘോഷിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് തിരുവോണവും തിരുവാതിരയും. രണ്ടിൻ്റെ കൂടെയും തിരു ഉണ്ട്. ഇന്ന് ചിന്തിക്കുന്നത് തിരുവാതിരയെക്കുറിച്ചാണ്. സ്വാഭാവികമായിട്ടും എന്താണ് ഇപ്പുറത്തെ ഒരു തിരു വന്നത്? തിരുവാതിര നക്ഷത്രം ശിവൻ്റെ നക്ഷത്രമാണ്. തിരുവോണം വിഷ്ണുവിൻ്റെ നക്ഷത്രമാണ്. പൊതുവെ തിരു എന്ന് തിരുമേനി, തിരുമുൽപ്പാട്, തിരുവാഭരണം, ഇങ്ങനെ തിരുവിൽ നിന്ന് തുടങ്ങുന്ന പ്രയോഗങ്ങൾ എടുത്താൽ ധാരാളം ഉണ്ട്. തമിഴ്നാട്ടിലൊക്കെ ഒരാളെക്കുറിച്ച് എഴുതുമ്പോൾ തിരു എന്നാണ് എഴുതുക. ഇവിടെ ശ്രീ എന്നൊക്കെ എഴുതും. അതിൽ തിരു എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആരുടെ കൂടെയും തിരു എന്ന് ഉപയോഗിക്കാം, തിരുമേനി എന്ന് ഉപയോഗിക്കാം. നക്ഷത്രങ്ങളുടെ കൂടെ തിരുവാതിര എന്നുപയോഗിക്കുന്നതിലും അർത്ഥം ഉണ്ട്. തിരുവിൻ്റെ അർത്ഥം ആദ്യം പറഞ്ഞു തുടങ്ങാം. അതിൽ ത എന്നൊരക്ഷരമുണ്ട്, ര എന്നൊരക്ഷരവും ഉണ്ട്. ആ തായും രായുമാണ് തി ഇരു എന്നുള്ള പേരിൽ വരുന്നത്. ത എന്ന അക്ഷരം തരണം ചെയ്യുക എന്നാണ് അർത്ഥം. മരുഭൂമിയെ തരണം ചെയ്ത് അപ്പുറത്തേക്ക് പോകണം, പുഴ കടക്കണം, അപ്പോൾ തരണം ചെയ്യണം. സംസാരസാഗരത്തിൽ വീണ് കിടക്കണം നമ്മളൊക്കെ. ദൈനംദിന ജീവിതമാകുന്ന സംസാര സാഗരത്തിൽ, ഈ സാഗരത്തിൽ നിന്ന് തരണം ചെയ്യണം. അതിന് നിങ്ങൾ സഹായിക്കണം. നാം ഏതൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും സഹായിക്കാൻ വരുന്നവർ തരണം ചെയ്യാനായിട്ട് വേണം സഹായിക്കാൻ. സംസാരസാഗരത്തിൽ മുങ്ങി പൊന്തിക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങളെക്കൊണ്ട് എൻ്റെ ആവശ്യം എന്താ? അതിനൊന്ന് തരണം ചെയ്യണം. ആ തരണം ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. തിരുമേനി, ആ തിരുമേനി എന്ന് പറഞ്ഞാൽ നമ്മളെ ഏതോ കാര്യത്തിൽ നിന്ന് തരണം ചെയ്യണം, ബ്രഹ്മത്തെ പറഞ്ഞു തരണം, അറിവുകൾ തരണം. അങ്ങനത്തെവരൊക്കെയാണ് വിളിക്കുക. ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞു തന്നാൽ മതി, ഗൈഡൻസ് തന്നാൽ മതി, ഫിലോസഫിക്കൽ നോളേജ് തന്നാൽ മതി. ഇതൊക്കെ തരണം ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗം ആണ്. ത കഴിഞ്ഞാൽ ര എന്ന അക്ഷരമാണ്. ര എന്ന അക്ഷരത്തിന് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ, അത് അഗ്നി ബീജമാണ്. കുറേ തവണ ര ര ര എന്ന് ആവർത്തിച്ചാൽ ജഠരാഗ്നി വർദ്ധിക്കും. ആ ജഠരാഗ്നി വർദ്ധിക്കുന്ന അഗ്നി ബീജമാണ് ര. ഒന്നുകൂടി പറഞ്ഞാൽ തീ കത്തിക്കാനുള്ള തീപ്പെട്ടിക്കൊള്ളിയാണ് അഗ്നി. സൂര്യനെ രവി എന്ന് വിളിക്കാറുണ്ട്. രവി, എന്നെ പി ആർ നാഥൻ എന്നാണ് അറിയുന്നെങ്കിലും യഥാർത്ഥ നാമം രവീന്ദ്രനാഥനാണ്. അവിടെ രവിയുടെ രായും തുടക്കം അഗ്നിബീജമാണ്. നമുക്ക് രോഗമുണ്ടാക്കുന്നത് അഗ്നിയാണ്, രോഗം മാറ്റുന്നത് അഗ്നിയാണ്. അപ്പം തരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ തരണത്തെ ഒരു വാഹനമായി കരുതിയാൽ അതിലേക്ക് പെട്രോൾ വേണം. തായുടെ കൂടെ പെട്രോൾ വേണം. ര, അഗ്നി.
ഇതാണ് തിരു തിരു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ആ അഗ്നിയാണ് നമുക്ക് മൂവ്മെൻ്റ് ഉണ്ടാക്കുന്നത് ഏത് കാര്യത്തിലും. ഇപ്പം സംസാരിക്കണമെങ്കിൽ അഗ്നിതത്വം വേണം, കേൾക്കാൻ വേണം. നമ്മുടെ വീട്ടിൽ സകലയൊന്നും ഇലക്ട്രിസിറ്റി വേണ്ടേ? ഇലക്ട്രിസിറ്റി ഇല്ലാതെ എന്തെങ്കിലും കാര്യം നടക്കുമോ? അപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് അഗ്നിയുടെ ഒരു ഭാഗമാണ്. അഗ്നിക്ക് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം മൂന്നുമുണ്ട് അഗ്നിക്ക്. അഗ്നിയുടെ രജോ ഗുണമാണ് ഇടിമിന്നൽ തുടങ്ങിയതൊക്കെ, കറണ്ട്, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ അഗ്നിയുടെ രജസ്സാണ്. സത്വഗുണമാണ് നമ്മൾ തീയെന്ന് വിളിക്കുന്നത്. തമോ ഗുണം എന്ന് പറഞ്ഞാൽ ആ തമോ ഗുണം ആണ് മിന്നാമിനുങ്ങ് പ്രകാശമുണ്ട്. വേറെ പലതിനും തീയില്ലാതെ പ്രകാശം ഉണ്ടാവില്ല, പക്ഷെ അത് പ്രകടമായിട്ട് അത് മന്ദീഭവിച്ച് നിൽക്കുകയാണ്. അപ്പോൾ മിന്നാമിനുങ്ങിൻ്റെ പ്രകാശം മുതൽക്ക് പ്രകാശിക്കുന്ന പലതുമുണ്ട്. പ്രകാശിക്കണമെങ്കിൽ അഗ്നി ഇല്ലാതെ പറ്റില്ല. അപ്പോൾ തിരു എന്ന് പറഞ്ഞാൽ തരണം ചെയ്യിക്കുന്ന അഗ്നി. അതിൻ്റെ കൂടെ പ്ലസ് ആതിര ചേർത്ത തിരു ആതിര ആയി. ആതിര അതിൻ്റെ ചുരുക്കമാണ് ആർദ്ര. ആർദ്രാവ്രതം എന്ന് പറയും. ആർദ്ര എന്ന് പറഞ്ഞാൽ നനവുള്ളത് എന്നർത്ഥമുണ്ട്. നനവുള്ള അർത്ഥമുണ്ട്, നനഞ്ഞതാണ് ആർദ്ര. ഇക്കാരണം കൊണ്ട് തന്നെ തിരുവാതിര നക്ഷത്രത്തെപ്പറ്റി പറയുമ്പോൾ ഋഷിമാർ പറഞ്ഞു അതിൽ മുഴുവൻ വെള്ളമാണ്. അങ്ങനെ വെള്ളം കൊണ്ട് മോഹിപ്പിക്കുന്ന ജലത്തിൻ്റെ കേന്ദ്രമാണ് എന്ന് പറഞ്ഞു. അല്ലാന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ വേണമെങ്കിൽ പറയാൻ കാരണം വെച്ചാൽ തിരുവാതിര നക്ഷത്രത്തെപ്പറ്റി നമുക്കൊന്നും പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റ് നക്ഷത്രങ്ങളെ വിലയിരുത്താൻ എല്ലാ നക്ഷത്രവും മാറ്റങ്ങൾക്ക് വിധേയമായതിനാൽ ഒരിക്കലും മാറാത്ത ഒരു സങ്കേതത്തെ തിരഞ്ഞെടുത്ത് വേണം നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിക്കാൻ. അപ്പോൾ തിരുവാതിര നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഇളക്കമില്ലാത്തത്. ശിവൻ്റെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഇളക്കമില്ലാത്തത്, മാറാത്തത്. അപ്പോൾ ഈ നക്ഷത്രത്തെ നോക്കി ബാക്കി നക്ഷത്രങ്ങളൊക്കെ നമുക്ക് പഠനവിധേയമാക്കാനായിട്ട് കഴിയും. എന്താണ് ഈ നക്ഷത്രത്തിന് ഇളക്കമില്ലാത്തത്? ഇളക്കമില്ലാതിരിക്കാനുള്ള കാരണം ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അകലത്തുള്ള നക്ഷത്രമാണ് തിരുവാതിര. സൂര്യപ്രകാശം, ലൈറ്റ്, ഒരു സെക്കൻഡിൽ 1,86,250 നാഴിക യാത്ര ചെയ്യുന്നു. ഒരു സെക്കൻഡ് നമ്മൾ പ്രകാശവേഗത്തിൽ നിന്ന് യാത്ര ചെയ്യുക. ഒരു സെക്കൻഡ് പ്രാവർത്തികമല്ല, കാരണം മനുഷ്യൻ തേഞ്ഞ് ഇല്ലാതെയും. ഒരു സെക്കൻഡ് ചേർത്ത യാത്ര കൊണ്ട് തന്നെ ഒരു സെക്കൻഡ് കൊണ്ട് 1,86,250 നാഴിക എത്തുമ്പോഴേക്കും കുറച്ചാൾ എത്തുമ്പോഴേക്കും ബോഡി കത്തും, കത്തി ഇല്ലാതെയാവും. കത്തി ഇല്ലാതെ ആകുന്ന അതാണ് ഒരു സെക്കൻഡ് നേരത്തെ യാത്ര. അങ്ങനെ 60 സെക്കൻഡ് 1 മിനിറ്റ്, അതിനെ 60 കൊണ്ട് ഗുണിച്ചാൽ 1 മണിക്കൂർ, അതിനെ 24 കൊണ്ട് ഗുണിച്ചാൽ 1 ദിവസം. അപ്പോൾ ഒന്ന് കണക്കാക്കി നോക്കുക, ഒരു ദിവസം കൊണ്ട് പ്രകാശവേഗത്തിൽ യാത്ര ചെയ്താൽ എത്ര കിലോമീറ്റർ എത്തുന്നു? 1 മാസം 1 കൊല്ലം. 1 കൊല്ലത്തെ യാത്ര കൊണ്ട് എവിടെത്തും? അങ്ങനെ 1.5 ലക്ഷം കൊല്ലം പ്രകാശവേഗത്തിൽ യാത്ര ചെയ്താലാണ്
തിരുവാതിര നക്ഷത്രത്തിൽ എത്തുക. ആ ദൂരം നമുക്കൊന്ന് അറിയാമല്ലോ. ഇപ്പോൾ 1,00,000 കൊല്ലം യാത്ര ചെയ്യണം, ഈ പ്രകാശവേഗത്തിൽ പോകണം. നമ്മുടെ സങ്കല്പത്തിൻ്റെ അപ്പുറത്താണ് അതിൻ്റെ ദൂരം. ആധുനിക ശാസ്ത്രം പുരോഗമിച്ച് ആ നക്ഷത്രത്തെക്കുറിച്ചും വരെ, ബാക്കി നക്ഷത്രത്തെക്കുറിച്ചൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് എത്തുക. പഠിച്ചു എന്ന് വരാം. സാധാരണഗതിയിൽ അത്ര അകലെയുള്ള നക്ഷത്രത്തിൽ മുഴുവൻ വെള്ളമാണെന്ന് ഇവിടെ ഇരുന്ന് ഋഷിമാർ പറഞ്ഞത് അവർ മനസ്സുകൊണ്ട് യാത്ര ചെയ്തിട്ടാണ്. മനസ്സിൻ്റെ വേഗത പ്രകാശവേഗത്തിനേക്കാൾ കൂടുതലാണ്. പ്രകാശം യാത്ര ചെയ്യുന്നതിനേക്കാൾ വേഗത്തിലാണ് മനസ്സ് യാത്ര ചെയ്യുക. ഞാൻ ഇപ്പോൾ നിങ്ങളോട് അമേരിക്ക, കൈപ്പക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോ കണ്ടുള്ള ഒരു കൈപ്പക്കയുടെ അടുത്ത് പോയി വന്നു. നിങ്ങൾ മനസ്സിലാക്കി വെച്ചവർ അമേരിക്കയിലും പോയി വന്നു. അങ്ങനെയാണല്ലോ നമ്മൾ ഭാഷ മനസ്സിലാക്കുന്നത്. മനസ്സിന് അത്ര വലിയ സ്പീഡ് ആണ്. മസ്തിഷ്കങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ സ്പീഡാണ്. അതുകൊണ്ടാണ് ഋഷിമാരൊരു കാര്യം കണ്ടുപിടിക്കുന്നത്. ശബ്ദത്തിന് പലതുമുണ്ട്. പര, പശന്തി, മധ്യമ, വൈഖരി തുടങ്ങിയതൊക്കെ. ഋഷിമാർ പറഞ്ഞത് ഇപ്പോൾ കേൾക്കുക, തിരുവാർദ്രയാണെന്ന്. അല്ല, കേൾക്കാൻ മനസ്സില്ലെങ്കിൽ പരീക്ഷ നടത്തുക. 1,00,000 കൊല്ലം കഴിയുമ്പോൾ പറയും അതിൽ മുഴുവൻ വെള്ളമില്ല, പാറയാണെന്ന് പറയും. അത് കഴിഞ്ഞ് മാറ്റി പറയും. മനുഷ്യൻ്റെ ഏത് ശാസ്ത്രവും മാറ്റി പറയും. ഈ ശിവശക്തിയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ശിവനെ വിവാഹം കഴിക്കാൻ പാർവതി തപസ് ചെയ്തു എന്ന് പറഞ്ഞാൽ, ശിവൻ എന്നൊരാൾ പാർവതി എന്നൊരു സ്ത്രീ എന്ന് നമ്മൾ പറയുമ്പോൾ പൊതുവെ അത് പ്രതീകാത്മകം ആണ്. പാർവതി എന്ന് പറഞ്ഞാൽ പവർ, അതിൽ നിന്നാണ് പർവ്വതം എന്ന വാക്ക് വന്നത്. നമ്മളിൽ തന്നെയുള്ള കർമ്മശേഷിയാണ് പാർവതി എന്ന് വിളിക്കുന്നത്. ശക്തിയാണ് പാർവതി, പുരുഷനാണ് ശിവൻ. ഇത് രണ്ടും നമ്മളിൽ ഉണ്ട്. ഈ രണ്ട് ശക്തിവിശേഷവും നമ്മളിൽ ഉണ്ട്. ശിവൻ നമ്മുടെ ഒരു ഭാഗമാണ്, പാർവതി നമ്മുടെ ഒരു മസ്തിഷ്കത്തിൻ്റെ ഒരു ഭാഗം ആണ്. ഉയരങ്ങളിലാണ്, പർവ്വതപുത്രിയാണ്. ശരീരത്തെ തന്ത്രശാസ്ത്രമായിട്ട് ബന്ധപ്പെടുത്തിയാൽ, ലോകത്ത് താന്ത്രികമായിട്ട് വിലയിരുത്തിയാൽ ഭാരതം എന്ന രാജ്യത്തിന് വലിയ പ്രത്യേകതകളുണ്ട്. ഏറ്റവും താഴ്വാരം കന്യാകുമാരി, ശിരസ് ഹിമാലയത്തിൽ, അവിടെയാണ് ശിവശക്തി. അവിടെ പൊതുവെ തണുപ്പാണ്. സെൻട്രൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു നാഡിയുണ്ട്, സുഷുമ്നാ നാഡി. അതിന് ചുറ്റും സൂര്യനാഡി, ചന്ദ്രനാഡി എന്ന 2 നാഡികളുണ്ട്. ഇതെല്ലാം കൂടി ആജ്ഞാചക്രത്തിൽ വന്നിട്ട് അവസാനിക്കും. ആ സ്ഥലമാണ് അലഹബാദ്. ഭാരതത്തെ വിലയിരുത്തുമ്പോൾ അലഹബാദിൻ്റെ പ്രത്യേകത അതാണ്. അവിടെ ത്രിവേണി സംഗമമുണ്ട്. ഗംഗ, യമുന, സരസ്വതി എന്ന 3 നാഡികൾ ഉണ്ട്. ആ 3 നദികളായിട്ട് നമ്മൾ പറയുന്നു അതിനെ. ആ നദികളാണ് ഇട, പിങ്കള, സുഷുമ്ന എന്ന നാഡികൾ. നമ്മുടെ ജീവിതത്തിൽ പുരോഗതി കിട്ടണമെങ്കിൽ ഈ പാർവതിയും ശിവനും ഒന്നാകണം. ശിവപാർവതി വിവാഹം
നമ്മളുടെ മസ്തിഷ്കത്തിൽ നടക്കണം. ആ നമ്മളുടെ മസ്തിഷ്കത്തിൽ നടക്കുന്ന ആ ശിവപാർവതി വിവാഹം നടന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഭാരതത്തിൽ പലതുമുണ്ട്. അതിനെ നമ്മൾ ആഘോഷിക്കണം. ആ ആഘോഷത്തിൻ്റെ ഏറ്റവും ഉയർന്ന പൂജയ്ക്ക് എടുക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് പുഷ്പമാണ്. പുഷ്പം ആകാശതത്വത്തിനെ പ്രതിനിധാനം ചെയ്യുന്നു. അതുകൊണ്ട് പൂത്തിരുവാതിര എന്ന് പറയാറുണ്ട്. ഈ കർമ്മത്തിൻ്റെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു രീതിയാണ് നമ്മുടെ വിവാഹം. സ്ത്രീ പാർവതിയായിട്ടും പുരുഷൻ ശിവനായിട്ടും സങ്കല്പിക്കുന്നു. വിവാഹം നടക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് മസ്തിഷ്കത്തിൻ്റെ അകത്ത് പാർവതി ശിവനെ കല്യാണം കഴിക്കുന്നു. ഇത് രണ്ടും ഒന്നാവണം. യുക്തിചിന്തയും ഭക്തിയും ഒന്നായിട്ട് പോകണം. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഉപവാസം. എത്ര ഭംഗിയായിട്ടാണ് ഈ ശാസ്ത്ര സത്യങ്ങളെ കഥയാക്കി മാറ്റിയിരിക്കുന്നത് എന്ന് ചിന്തിക്കുക. ശിവപാർവതി വിവാഹം നവദമ്പതിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തിരുവാതിരയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത്. നവദമ്പതിമാരാണ് ഇതിൻ്റെ തത്വം ചിന്തിക്കേണ്ടത്. നമ്മളുടെ കവിത്വം, ഈശ്വരവിശ്വാസം തുടങ്ങിയിട്ടുള്ള ശിവശക്തിയുമായിട്ട് നമ്മുടെ പവർ, ശക്തി ഇണങ്ങിച്ചേരണം. ആ ഇണങ്ങിച്ചേരുന്ന പ്രക്രിയയാണ് തിരുവാതിര എന്ന തത്വം. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.